എന്നിട്ട് ഇയാൾ പറയാം ഖുർആനിൽ ഉടനീളം അടിമ എന്ന് പറയുന്നുണ്ട്. നേരെ മറിച്ച് യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിലോ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് ദൈവപുത്രരാവാനുള്ള അവകാശം കിട്ടി. അപ്പൊ പുത്രനാവാണ് എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായി പുത്രൻ? ബൈബിളിൽ പുത്രൻ പിതാവ് എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പിതാവ് എന്ന് ബൈബിളിൽ ഉടനീളം പറയുന്നു. ആ ഒരു ചുളിവിലാണ് യേശുവിനെ ദൈവമാക്കുന്നത് പോലും. കാരണം യേശുവിന്റെ പിതാവ് എന്ന് യഹോവയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പിതാവിന്റെ പുത്രൻ അങ്ങനെ ഒരു ദൈവമായി വരണല്ലോ എന്നാണ്. ക്ഷമിക്കണം ഫാദർ സുലൈമാൻ, ബൈബിളിലുള്ള പിതാവിനെ മൊത്തം പ്രയോഗങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുക. എത്ര പേരെ പറ്റി? ഇശ്മായേലിനെ പറ്റി ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നുണ്ട്. യാക്കോബിനെ പറ്റി ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്ന് പറയുന്നുണ്ട്. അബ്രഹാമിനെ പറ്റി ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറം മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം എന്താണ്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്നറിയപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവരൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇനിയും കുറെ ഉദ്ധരിക്കാനുണ്ട്. അപ്പൊ ദൈവത്തിനെ കുറിച്ച് പിതാവ് എന്നും സൃഷ്ടികളെ കുറിച്ച് പുത്രൻ എന്നൊക്കെ പറഞ്ഞാൽ ബൈബിളിന്റെ ആശയം ദൈവമായിട്ട് നന്നായിട്ട് ബന്ധമുള്ള ആളുകൾ എന്ന് മാത്രമാണ്. അല്ല നേരാവണ്ണം പുത്രൻ എന്നാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥമെങ്കിൽ മരിയ ജോസഫ് വിശദീകരിക്കണം. പിന്നെ യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നതിന് എന്ത് പ്രത്യേകത ഉള്ളത്? പിന്നെ യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് കൊട്ടിഘോഷിക്കുന്നതിന് എന്ത് പ്രത്യേകത ഉള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കുക. യേശുവിനെ, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിന്റെ പുത്രന്മാരാകാൻ അവർക്ക് അവകാശം കൊടുത്തു എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോ ഇയാൾ പറഞ്ഞതുപോലെ ദൈവമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തം പുത്രൻ എന്ന രീതിയിലാണ് ഈ സമീപനമെങ്കിൽ യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നത് എന്ത് പ്രത്യേകതയാണ്? യേശുവിനെ വിശ്വസിച്ചവർക്ക് ദൈവത്തിന്റെ പുത്രന്മാരല്ലേ?